ഹലോ ഗൈസ്, ജർമ്മൻ സ്റ്റഡി ലൈഫിൻ്റെ ഡേ 7ലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വീട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പോൾ സമയം 1:14 ഗൈസ്. പെട്ടെന്ന് പോകണം. പിന്നെ പറയാൻ മറന്നുപോയി, ഇന്ന് സെക്കൻഡ് സെറ്റിൽ സാധാരണ ക്ലാസ് ഒന്നുമില്ല. പക്ഷെ ഇന്ന് സെക്കൻഡ് സെറ്റിൽ നാളെ സൺഡേ ക്ലാസ് ഉണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എലക്ഷന് ഒരു ദിവസം പോയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ ഓണത്തിന് 3 ദിവസം ലീവ് ഉണ്ട്. ഓണത്തിനല്ലേ വിഷു? വിഷുവിന് 3 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ അതിനോട് ചേർത്തിട്ട് ഞായറാഴ്ച ക്ലാസ് വെച്ചു. വിഷു അപ്പോൾ തിങ്കളാഴ്ച വിഷുവിനും കൂടി ആ 3 ദിവസം അടുപ്പിച്ചിട്ട് വരും. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂട്ടുകാരന്മാർ മറൈൻ ഡ്രൈവിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ബസ്സിലാണ് പോണ്. ബസ്സിൽ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. ആകെ 2 പേർക്കും കൂടി ഞങ്ങൾക്ക് 26 രൂപയായിട്ടുള്ളൂ അങ്ങോട്ട് പോവാൻ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഞങ്ങളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതും ചുറ്റും കാണുന്നത് വലിയ വലിയ കെട്ടിടങ്ങളാണ്. വഴിയിൽ മൊത്തം കച്ചവടക്കാരുണ്ടാ. ചെറിയ വിലക്കൊക്കെ ഇവിടെ വന്ന സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ കണ്ട തിരക്ക്. എത്ര പേരാണെന്നറിയോ? കൂട്ടുകാരന്മാർ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ അന്വേഷിച്ച് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ അവന്മാരെ കണ്ടുകൂട്ടാ. ഇപ്പം ഞങ്ങൾ എല്ലാ കടയിലും കയറി വിലയൊക്കെ ചോദിച്ച് നടക്കുകയാണ്. ഒന്നും മേടിക്കണമെന്നില്ല കേട്ടോ. അവന്മാരെന്തോ മേടിച്ചു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മെട്രോയിൽ പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെട്രോയിൽ പോകാനുള്ള ബസ് കിട്ടി. അതിൽ യാത്ര തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്കാണ് +2 ടൂറൊക്കെ വന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു കൂട്ടാ. ഈ വഴിയിൽ മൊത്തം കുറേ എസ്തെറ്റിക് കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടാണ് ഗൈസ്. ഞങ്ങളങ്ങനെ പോയി മെട്രോ സ്റ്റേഷനിൽ എത്താറായില്ല കേട്ടാ. ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്തു. ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി ബാഗൊക്കെ സ്കാൻ ചെയ്യിപ്പിച്ചു കേട്ടാ. ഞാൻ ആദ്യമായിട്ടുണ്ട് മെട്രോ കയറാൻ പോകുന്നത്. വീട് കയറിയിട്ടുണ്ട് മുമ്പ്. അങ്ങനെ ഞങ്ങൾ 5 മിനിറ്റ് മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോണ മെട്രോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിൽ കയറാൻ പോകും. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ വെച്ച് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാ. ഞങ്ങളങ്ങനെ വൈറ്റില സ്റ്റേഷനിലെത്തി. ഇവിടെ വെച്ചാണ് ഈടിക്കൊരു പണി കിട്ടിയത്. ഈടിൻ്റെ ടിക്കറ്റ് എത്ര നോക്കിയിട്ട് സ്കാൻ ആവില്ല. ലാസ്റ്റ് ഈട് അവിടെ പോയി ഹെൽപ്പ് ലൈനിൽ പോയി ചോദിച്ചപ്പോൾ അവർ ചാടിക്കോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈടി വെളിയിൽ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഗൈസ്, ഡേ 7 ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുക.